അനധികൃതമായി കാർ പാർക്ക് ചെയ്ത് CCTV ദൃശ്യങ്ങളിൽ ഉണ്ടെന്നും കാർ മാറ്റാൻ ഉടമ തയ്യാറായില്ല എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരെ ഞാൻ ഇരുന്നുള്ളൂ. ഇവിടെ തമ്പാനൂര് അച്ഛനും അമ്മയും കയറ്റാം. ആശുപത്രി പെർമിറ്റ് വന്നവരാ. അച്ഛനും അമ്മയും കയറ്റാൻ വന്നാണ്. അച്ഛനും അമ്മയും കയറ്റാൻ വന്നാണ്. പുള്ളിക്ക് പെറ്റി അടിക്കണം. ഇതാ അച്ഛനും സ്റ്റേഷനില്, അമ്മയും സ്റ്റേഷനില്. അനാവശ്യമായി നിർത്താത്ത വാഹനത്തിന് പിഴയെടുത്തു. അതുപോലെ തന്നെ മോശമായി പോലീസ് പെരുമാറി എന്നുള്ളതായിരുന്നു മലയങ്കീഴ് സ്വദേശിയായിട്ടുള്ള പ്രസാദ് നൂർനാടിന്റെ പരാതി. ആ ഒരു പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് അതിലൊരു വിശദീകരണമായി വരുന്നത്, അത് ഫേസ്ബുക്കിലൂടെ അടക്കം ഒരു വീഡിയോയിൽ തന്നെ ഈ വിശദീകരണം പോലീസ് നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഈ പരാതി എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതിനോടൊപ്പം ഒരു CCTV ദൃശ്യം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കാർ നിർത്തിയില്ല എന്ന് പറഞ്ഞ കാർ അല്ലെങ്കിൽ പാർക്ക് ചെയ്തില്ല എന്ന് പറയുന്ന കാർ CCTV ദൃശ്യങ്ങളിൽ 5 മിനിറ്റ് നേരം നിർത്തിയതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ 1ഉം 2ഉം തവണ അദ്ദേഹത്തോട് കാർ മാറ്റാൻ പറയുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷമാണ് ഈ കാർ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. കൂടാതെ അതിൽ പ്രധാനമായും പറയുന്നത് ഇവിടെ ഒരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായി തന്നെയാണ് തിരക്കുള്ള തമ്പാനൂർ പോലുള്ള പ്രദേശത്ത് ഈ വാഹനം പാർക്ക് ചെയ്തത്. അതൊരു വാണിംഗ് ആയി 1ഉം 2ഉം തവണ പോലീസ് പറഞ്ഞിട്ടും അത് കാർ ഉടമ അനുസരിച്ചില്ല. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായത്. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പെറ്റി അടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ പക്ഷേ ഇപ്പോഴും ഈ പരാതിക്കാരൻ പറയുന്നത് ഈ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയും ചെയ്യുന്നത് അവിടെ മോശമായി പെരുമാറി അനധികൃതമായി ഒരു പിഴ ചുമത്തി എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ആ ആരോപണങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രസാദ് നൂർനാടിന്റെ പരാതി അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിൽ ഒരു നിയമലംഘനം കണ്ടു തന്നെയാണ് പോലീസിന്റെ നടപടി. അതിൽ 1ഉം 2ഉം തവണ ആദ്യം ഒരു വാണിംഗും നിർദ്ദേശവും ഒക്കെ കൊടുത്തതാണ്. പക്ഷേ അത് ലംഘിക്കപ്പെട്ടപ്പോഴാണ് പിന്നീടുള്ള ഒരു നടപടി ഉണ്ടായതെന്നും പോലീസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ അടക്കം പങ്കുവെച്ച് വിശദീകരിക്കുന്നുണ്ട്.